കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. വാട്സപ്പ് നമ്പർ +91 79 94 97 14 19. ഒരു വട്ടം വിളിക്കാനുള്ള കൺസൾട്ടേഷൻ ഫീസ് 500 രൂപ ഗൂഗിൾ പേ ചെയ്യാം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഹൈക്കോടതി വിധിയെ കുറിച്ചിട്ടാണ്. അതായത് ആ വിധിയിൽ പറയുന്ന പോയിന്റ് ഇങ്ങനെയാണ്: കല്യാണം കഴിഞ്ഞു എന്ന് ചോദിച്ചിട്ട് ഭാര്യ ഭർത്താവിൻ്റെ സ്വകാര്യ സ്വത്തല്ല എന്നാണ് കോടതി പറഞ്ഞിട്ടുള്ളത്. സ്വകാര്യ സ്വത്തല്ല എന്നതിൽ ഉദ്ദേശിക്കുന്നത് ഭാര്യയ്ക്ക് ഭാര്യയുടേതായിട്ടുള്ള അവകാശങ്ങളുണ്ട്, അധികാരങ്ങളുണ്ട്, സ്വാതന്ത്ര്യമുണ്ട് എന്നൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയൊക്കെ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കല്യാണം കഴിഞ്ഞതിന് ശേഷം ഭാര്യ വിദേശത്തേക്ക് പോകുവാനായിട്ട് പാസ്പോർട്ടിന് ആപ്ലിക്കേഷൻ കൊടുക്കാനായിട്ട് തീരുമാനിച്ചു. ആപ്ലിക്കേഷൻ കൊടുക്കാനായിട്ട് തീരുമാനിച്ചപ്പോൾ ഭർത്താവിൻ്റെ സമ്മതം അല്ലെങ്കിൽ ഒപ്പ് ഉണ്ടെങ്കിൽ മാത്രമാണ് ആപ്ലിക്കേഷൻ അനുവദിച്ച് കൊടുക്കുകയുള്ളൂ എന്നാണ് പാസ്പോർട്ട് ഓഫീസ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ട് ആർട്ടിക്കിൾ 226 പ്രകാരം ഭാര്യ ഹൈക്കോടതിയിൽ ഒരു റിട്ട് പെറ്റീഷൻ ഫയൽ ചെയ്യുകയാണ് ഉണ്ടായിട്ടുള്ളത്. ആ റിട്ട് പെറ്റീഷൻ വായിച്ചതിന് ശേഷം വിധി പ്രഖ്യാപിക്കുമ്പോൾ കോടതി പറഞ്ഞ പോയിന്റ്സ് താഴെ പറയുന്ന പ്രകാരമാണ്. അതായത്, ഭർത്താവിൻ്റെ സ്വകാര്യ സ്വത്തല്ല ഭാര്യ. വിവാഹത്തോടെ സ്ത്രീകളുടെ വ്യക്തിത്വം ഇല്ലാതാകുന്നില്ല. ഭാര്യ ഭർത്താവിൻ്റെ സ്വകാര്യ സ്വത്തല്ല. ഭർത്താവിൻ്റെ ഒപ്പ് ഇല്ലാത്തതിനാൽ പാസ്പോർട്ടിനുള്ള അപേക്ഷ നിരസിച്ച സംഭവത്തിൽ യുവതി നൽകിയ പരാതിയിൽ ആണ് ഹൈക്കോടതിയുടെ ഈ ഒരു നിരീക്ഷണം. Moreover, the court affirmed that a wife could always apply for a passport without requiring the permission or signature of her husband in any form എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്ന് പറയുകയാണെങ്കിൽ, ഭാര്യയ്ക്ക് കല്യാണം കഴിഞ്ഞതിന് ശേഷം വിദേശത്തേക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ജോലി കിട്ടി വിദേശത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ, ഒരു കാരണവശാലും ഭർത്താവിൻ്റെ ഒരു തരത്തിലുള്ള സമ്മതമോ അല്ലെങ്കിൽ സിഗ്നേച്ചറോ ആവശ്യമില്ല എന്ന് തന്നെയാണ് കോടതി വ്യക്തമാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ പെട്ട് നിൽക്കുന്ന ഏതെങ്കിലും ആൾക്കാർ ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? ഈ ഒരു വിധിയുടെ ആനുകൂല്യങ്ങൾ യൂസ് ചെയ്തുകൊണ്ട് വിദേശത്തേക്ക് പോകുവാനും നല്ലൊരു ജോലി സമ്പാദിക്കുവാനും നല്ലൊരു ജീവിതം നയിക്കുവാനും സാധിക്കും എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. സോ ഈ ഇൻഫോർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടണും എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ.